എംജി സർവകലാശാലയിലെ നിയമ വിദ്യാർത്ഥികളോട് അധികൃതർ അവഗണന കാട്ടുന്നതായി പരാതി. വിദ്യാർത്ഥികൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നൽകാൻ അധികൃതർ തയ്യാറാകുന്നില്ല. വിദ്യാർത്ഥികളുടെ പ്രതിഷേധം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുകയാണ് അധ്യാപകർ ചെയ്യുന്നത്. എംജി യൂണിവേഴ്സിറ്റിയുടെ നിയമപഠന കേന്ദ്രമായ സ്കൂൾ ഓഫ് ഇന്ത്യൻ ലീഗൽ തോട്ടിലെ വിദ്യാർത്ഥികളാണ് അധികൃതരുടെ അനാസ്ഥ മൂലം ദുരിതം അനുഭവിക്കുന്നത്. യൂണിവേഴ്സിറ്റി ക്യാമ്പസിന് പുറത്ത് ബസ് സർവീസ് ഇല്ലാത്ത സ്ഥലത്താണ് ലീഗൽ തോട്ട് ക്യാമ്പസ്. 3 ഇയർ LLB കോഴ്സിലെ വിദ്യാർത്ഥികളുടെ ക്ലാസ് സമയം വൈകുന്നേരം 4 മണി മുതൽ 8:30 വരെയും. ഇവർക്ക് ഇരുട്ടുവഴിയിലൂടെ 1 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മാത്രമേ ബസ് സർവീസുള്ള റോഡിലെത്താൻ കഴിയൂ. ഏകദേശം 300ഓളം പെൺകുട്ടികളടക്കമുള്ളവർക്ക് കോളേജ് ബസ് സൗകര്യം ഏർപ്പെടുത്തണമെന്ന അപേക്ഷ അധികൃതർ അവഗണിക്കുകയാണെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. കഴിഞ്ഞ 19-ാം തീയതി സ്കൂൾ ഓഫ് ഇന്ത്യൻ ലീഗൽ തോട്ടിലെ ലൈബ്രറി ഇവിടുത്തെ ജീവനക്കാർ ഇല്ലാത്തതിനെ തുടർന്ന് പൂട്ടിയതാണ്. ഏകദേശം 348 വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ ക്യാമ്പസിൽ കഴിഞ്ഞ 10 ദിവസമായിട്ട് ലൈബ്രറിയുടെ പ്രവർത്തനങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ഇന്റേണൽ പരീക്ഷ അടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ലൈബ്രറി ഉപയോഗിക്കാനുള്ള സമയം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യത്തോട് ലൈബ്രറി അടച്ചുപൂട്ടിയാണ് അധികൃതർ പ്രതികരിച്ചത്. LLB ബാച്ചുകളിൽ ഏകദേശം 30ഓളം പെൺകുട്ടികളാണ് രാത്രിയിൽ പഠിക്കുന്നത്. 9 മണിക്ക് ശേഷം നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് കോളേജ് ബസ് സർവീസ് നടത്തണം. ഈ സർവകലാശാല അധികൃതരോട് കഴിഞ്ഞ MG യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറോടക്കം നമ്മൾ ഈ പ്രശ്നം കൃത്യമായിട്ട് രേഖാമൂലം അറിയിച്ചിരുന്നതാണ്. ഇവിടുന്ന് രാത്രി പൊതുവെ ബസ് സൗകര്യങ്ങളില്ലാത്ത സ്ഥലമായതുകൊണ്ട് പെൺകുട്ടികളുടെ സുരക്ഷയ്ക്ക് വേണ്ടി രാത്രി 9 മണിക്ക് ശേഷം ഇവിടുന്ന് ട്രിപ്പ് ഇടണം എന്ന ആവശ്യം ഉന്നയിച്ചിരുന്നെങ്കിലും ഇതുവരെ ബാറ്റ അങ്ങനെ ചില സാങ്കേതികത്വം ടെക്നിക്കാലിറ്റി മാത്രം പറഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള 100% ആത്മാർത്ഥമായി ജെനുവിനായിട്ടുള്ള ആവശ്യം ഇതുവരെ അതിന് പരിഹരിക്കാനോ അല്ലെങ്കിൽ വേണ്ട ബദൽ സംവിധാനം ഏർപ്പെടുത്താൻ ഇതുവരെ ആരും തയ്യാറായിട്ടില്ല. വിദ്യാർത്ഥികളുടെ പ്രതിഷേധം റിപ്പോർട്ട് ചെയ്യാനെത്തിയ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്യാനാണ് അധ്യാപകർ മുതിർന്നത്. അഭിഭാഷകരുടെ ഇടത്തിൽ നിന്നും ഇറങ്ങിപ്പോയില്ലെങ്കിൽ കായികമായി നേരിടുമെന്നായിരുന്നു അധ്യാപകനായ അഡ്വക്കേറ്റ് സുനിൽ സിഡേക്കിന്റെ ഭീഷണി. റിപ്പോർട്ടർ, കോട്ടയം.